മുദ്രാ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ഏജന്റ് ചമഞ്ഞ് തട്ടിയെടുത്ത 60,000 രൂപ തിരികെ ചോദിച്ചയാൾക്ക് മർദ്ദനം. വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് മുഖം കുത്തിക്കീറിയ നിലയിൽ യുവാവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് ടൗണിൽ വെച്ച് വട്ടമ്പല സ്വദേശി മുഹമ്മദ് ബഷീറിനാണ് പരിക്കേറ്റത്. ബഷീറിനും ഭാര്യയ്ക്കും ചേർന്ന് തുണിക്കട തുടങ്ങാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രാ വായ്പ ശരിയാക്കാം എന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ സ്വദേശി മൻസൂർ മുഹമ്മദ് ബഷീറിൽ നിന്ന് 2 ഗഡുക്കളായി 60,000 രൂപ കൈപ്പറ്റി. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ ശരിയാക്കാത്തതിനെ തുടർന്ന് മൻസൂറുമായി ബന്ധപ്പെട്ടെങ്കിലും പണം തിരിച്ചു നൽകാനോ വായ്പ ശരിയാക്കാനോ തയ്യാറായില്ല. പലപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതായി. ഇന്നലെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് മുഹമ്മദ് ബഷീർ മൻസൂറിനെ കാണുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ മൻസൂർ ഇരുചക്ര വാഹനത്തിൻ്റെ താക്കോൽ കൊണ്ട് ബഷീറിൻ്റെ മുഖത്തും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഇത് ശുദ്ധമായ ഒരു തട്ടിപ്പാണ്. ബാങ്കുകളിൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ് ഇടനിലക്കാരെ പാവപ്പെട്ട ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കുന്ന ഒരു സംവിധാനമാണ്. മുദ്രാ ലോണായാലും ഏത് ലോണായാലും ഇടനിലക്കാരായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബാങ്കിനെ സമീപിക്കുകയും അതുവരെ കബളിപ്പിക്കുകയും ചെയ്യുകയും വ്യാജമായ പേരിൽ ബാങ്കിനെ സ്വാധീനിച്ചുകൊണ്ട് പണം തട്ടിക്കുന്ന പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാവും. ഇതൊരു വധശ്രമമാണ്. ഈ വധശ്രമത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത എല്ലാ നിയമ പോരാട്ടങ്ങളും കൂടി നമ്മൾ പോവും. കൈരളി ന്യൂസ്, പാലക്കാട്.